ഹലോ ഫ്രണ്ട്സ്, ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെയും ഇന്നത്തെയും കൂടിയിട്ടുള്ള തനിനാടൻ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2 ദിവസമായിട്ട് ഇവിടെ വെളുപ്പിന് നല്ല മഞ്ഞാണ് കേട്ടോ. നല്ല മഞ്ഞും കുളിരൊക്കെയാണ്. എഴുന്നേൽക്കാൻ തന്നെ നമുക്ക് മടി തോന്നുന്ന തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ. എന്നാലും നമുക്ക് എഴുന്നേറ്റല്ലേ പറ്റുള്ളൂ. അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒത്തിരി ചവറുകളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവുക. ഇപ്പോൾ നമ്മളിതൊന്നും കളയാറില്ല. വെള്ളം ചൂടാക്കാനായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാനതൊക്കെ അടിച്ചു കൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് സഞ്ചി, ചാക്ക് ഇതിലൊക്കെ നമ്മളിതിങ്ങനെ നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും ഉള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് വെള്ളം ചൂടാക്കി കുളിക്കാനാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഇതിലങ്ങോട്ട് ആക്കി വയ്ക്കാം. മൗഗ്ലി ആണെങ്കിൽ ഇങ്ങനെ ഞാൻ അടിക്കുകയും വാരുമൊക്കെ ചെയ്യുമ്പോൾ എന്നോടൊപ്പം കൂടുന്നതാണ്. പക്ഷേ ഇപ്പോൾ വെളുപ്പിന് മൗഗ്ലി എൻ്റെ കൂടെ വരുന്നില്ല കേട്ടോ. കാരണം നല്ല തണുപ്പാണല്ലോ. അവൻ ചുരുണ്ട് കൂടി കിടന്നും കഴിഞ്ഞിട്ട് ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ എവിടേക്കാണോ വെയിലടിക്കുക ആ ഒരു ഭാഗത്തായിട്ടാണ് കിടക്കുക. അപ്പോൾ മതിലിൻ്റെ മുകളിലോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കിടക്കും കേട്ടോ. ചിലപ്പോൾ ഇവിടെ സൈക്കിളിൻ്റെ കൊട്ടയിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് മൗഗ്ലി ആ വെയിലേറെ എവിടേക്കാണ് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നോക്കി കഴിഞ്ഞിട്ടാണ് കിടക്കുക. മഞ്ഞങ്ങോട്ട് വന്നോട് കൂടിയിട്ട് പൂക്കളൊക്കെ അങ്ങോട്ട് വളരെ കൂടിയിരിക്കുകയാണ് കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു സുഖമാണ്. നമ്മൾ എത്ര തിരക്ക് പിടിച്ച് ഓരോരോ കാര്യങ്ങളും കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലങ്ങോട്ട് വന്ന് കയറുമ്പോൾ ഈ പൂക്കളൊക്കെ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സുഖമാണ് കിട്ടുക കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇതാ ഒരു നേന്ത്രക്കൊലയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊല അത്ര വലുതൊന്നുമല്ല കേട്ടോ. ഇതുപോലെ തന്നെ ഒരു ചെറിയ കൊലയൊക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ വാഴക്കുടപ്പം നമുക്ക് ഒടിച്ചെടുക്കാം. അപ്പോൾ രമേശ് ചേട്ടനോട് 2-3 ദിവസമായി ഞാൻ പറയുന്നത് കേട്ടോ, അതിൻ്റെ കുടപ്പനായിട്ട് നമുക്ക് ഒന്ന് കറി വെക്കായിരുന്നു, പയറൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വെക്കാമെന്ന്. രമേശ് ചേട്ടൻ വടി ഉപയോഗിച്ച് കുത്തണ കുത്ത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് കിട്ടില്ലാന്ന്. ഇപ്പോൾ ദേ ജയിച്ചു എന്ന് പറഞ്ഞ് വന്നേക്കാണ് കേട്ടോ. കിട്ടിയപ്പോൾ സന്തോഷം കൊണ്ട്. കാരണം ഒരു വടി എന്ന് പറയാൻ പറ്റില്ല, ഒരു പലക കൊണ്ടാണ് അത് കുത്തി നോക്കിയത് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ നേന്ത്രവാഴയുടെ കുടപ്പനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തേൻ കുടിക്കുന്ന ആ ഒരു ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് പിന്നെ കുറച്ച് പോളകളൊക്കെ നമ്മൾ പൊളിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് തോരൻ വെക്കാനായിട്ട് എടുക്കാം. അപ്പോൾ വയറിനെന്ന് പറഞ്ഞാൽ അത്ര നല്ലതാണല്ലോ ഈ വാഴക്കുടപ്പനൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ ഈ വാളങ്ങ പയർ ഞാനിങ്ങനെ പൊട്ടിച്ചുകൊണ്ട് വരുമ്പോൾ രമേശ് ചേട്ടൻ എന്നോട് എന്നും ചോദിക്കും കേട്ടോ, ഇത് എവിടെ നിന്നാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് കാണുന്നുണ്ടോ എന്നൊന്ന് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ രമേശ് ചേട്ടൻ എന്താ ഇങ്ങനെ വന്നു കഴിഞ്ഞ് വാളരിപ്പയർ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ഒന്നുമില്ല, നമുക്ക് കുറച്ചേശയാണെങ്കിലും എന്നും കിട്ടുമല്ലോ. അപ്പോൾ അത് കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 ദിവസം കൂടുമ്പോൾ നമുക്ക് അത് മാത്രമായിട്ട് തോരൻ വെക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കൂടെ ഇത് കുറവാണെങ്കിൽ സവാളയൊക്കെ കൊത്തി അരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. വിത്ത് മുളപ്പിക്കാനും അതുപോലെ തന്നെ ആ തൈ ഒന്ന് പറിച്ചും കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കാനും ഒന്ന് പിടിപ്പിച്ചെടുക്കാനും മാത്രമാണ് കേട്ടോ നമുക്കൊരു പാടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കറി ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ വളർന്നു വന്നോളും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒഴിവുള്ളപ്പോഴൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ശ്രമിച്ചോളൂ. പച്ചക്കറി വിത്തുകളൊക്കെ നട്ട് തൈകളൊക്കെ ആക്കാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് കോഴിമക്കൾക്കുള്ള ഫുഡ് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മുടെ നിക്കുമോനെ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. അവനാണ് ഇതാ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അവർക്ക് കുടിക്കാനായിട്ട് ഒരു പോണിയിൽ വെള്ളം എടുത്ത് വെക്കാറുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, ഇവർക്ക് വെക്കുന്ന വെള്ളമാണ് മൗഗ്ലിയും റിയും അതിൽ നിന്ന് കുടിക്കും. അതുപോലെ തന്നെ കിളികളും കാക്കകളും എല്ലാം വന്നു കഴിഞ്ഞ് കുടിക്കുകയൊക്കെ ചെയ്യും ഈ പോണിയിലെ വെള്ളത്തിൽ നിന്ന് കേട്ടോ.
അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ല തണുപ്പായിട്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂട്ടോട് കൂടിയിട്ടാണ് കേട്ടോ, ചൂടുവെള്ളത്തിലാണ് ഈ തവിടൊക്കെ ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവി പറക്കുന്ന ഒരു ചൂടുണ്ട്. അപ്പോൾ കോഴിമക്കൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമായിട്ടാ, നല്ല തണുപ്പത്ത് അവർ ഈ ആവി പറക്കുന്നത് കൊത്തി കൊത്തി തിന്നുകയും ചെയ്യും. നിൽക്കുവാണെങ്കിലോ 5-6 കൊത്തങ്ങോട്ട് കൊത്തിയിട്ട് അവൻ ഓടി പോവാണ് കേട്ടാ, മതിലിൻ്റെ മുകളിലൂടെ അങ്ങേ അറ്റത്തുള്ള കോഴിക്കൂട്ടിൽ അവൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അവന് ഫുഡിനേക്കാളും വലുതാണ് ഈ സൗഹൃദം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതുകൊണ്ട് ഒരു 5-6 കൊത്തി തിന്നതിന് ശേഷം എത്ര തിരക്കിട്ടിട്ടാണ് പോകുന്നത്. ഇപ്പം ആണെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ ആ മതിലിൻ്റെ ആ സൈഡിലായിട്ട് ഒരു കൊപ്പയ്ക്ക മരം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഈ മതിലിന്മേലേക്ക് ഇങ്ങനെ തട്ടി നിന്ന് കഴിഞ്ഞിട്ട് ഇവന് പോകുമ്പോൾ വഴിക്ക് ഒരു തടസ്സമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നല്ലൊരു ലക്ഷ്യം ഉണ്ടല്ലോ, അവൻ്റെ ആ അപ്പുറത്തുള്ള ആ കോഴിക്കൂടിൻ്റെ അടുത്ത് എത്തണം എന്നുള്ള ആ ലക്ഷ്യമുള്ള കാരണം ഈ മാർഗത്തിൽ കാണുന്ന ഈ തടസ്സങ്ങളൊക്കെ തട്ടി നീക്കിക്കൊണ്ട് നമ്മുടെ നിക്കുമോൻ ഇങ്ങനെ പോയി വരും കേട്ടോ. അതൊന്നും അവനൊരു പ്രശ്നമല്ല. പിന്നെ നമ്മുടെ ആ പച്ചക്കറികളൊക്കെ നമ്മൾ വിളവെടുത്തപ്പോൾ നമുക്ക് ഇത്രയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തൊരു സന്തോഷമാണ് അല്ലേ, കുറച്ചാണെങ്കിലും നമുക്ക് എന്നും എന്തെങ്കിലുമൊക്കെ പറിക്കാനായിട്ടുണ്ടല്ലോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഗോതമ്പടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മാവ് എടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് അതിൽ പരത്തി എടുത്തും കഴിഞ്ഞ് അപ്പുറം മറിച്ചിട്ട് നമ്മൾ മൊരിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ ചുവന്നുള്ളി ഉണ്ടല്ലോ, ആ ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ജീരകവും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും അത് ആക്കാനായിട്ട്. 2 വശത്തും ഞാൻ വെളിച്ചെണ്ണ കുറച്ച് തടവി കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ചിലർക്കാണ് ഇത് ഇഷ്ടാവുള്ളൂ, ചിലർക്ക് സാധാരണ പോലെ തന്നെ തേങ്ങയും പിന്നെ ശർക്കരയും ഒക്കെ വെച്ചിട്ടുള്ള അടയായിരിക്കും ഇഷ്ടം. ഇതിങ്ങനെ വെറുതെ തിന്നാം, അല്ലെങ്കിൽ കറികളുടെ കൂടെ കൂട്ടി കഴിഞ്ഞിട്ട് കഴിക്കാനും നല്ലതാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇനി കാണിക്കുന്നത്. കോളിഫ്ലവർ നമ്മളിതാ ഒരു ഉപ്പേരി വെക്കാനായിട്ട് നിൽക്കാനായിട്ട്. അപ്പോൾ കോളിഫ്ലവറിലാണെങ്കിൽ പുഴുക്കളും മറ്റുമൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിതാ നല്ല തിളച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അതിലിങ്ങനെ കുറേ നേരം ഇട്ട് വെക്കിയിട്ട് അതിന് ശേഷം നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മളത് കറി വെക്കുകയോ തോരൻ വെക്കുകയോ ഒക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് മസാലപ്പൊടികളൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതും ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കും, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കും. അതിന് ശേഷം നമ്മൾ വറ്റിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ വറ്റി വരാറാകുമ്പോൾ ഞാൻ അതിലേക്ക് 2 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളം കൂടി വറ്റി മുട്ടയും കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉലർന്ന തോരനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ ബ്രെഡിൻ്റെ ഒപ്പമായാലും അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് കുട്ടികൾ കഴിക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ അവർക്കത് ഇഷ്ടമാണ്. പക്ഷേ കോളിഫ്ലവർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞാൽ വിഷടിച്ചൊക്കെ വരുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ അത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും മാത്രമാണ് കോളിഫ്ലവർ വാങ്ങുള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മൾ വിളവെടുത്ത ചേമ്പ് ഒരു ചാറ് കറി വെക്കുകയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഈ ഒഴിച്ച് കറി വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മഞ്ഞളും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പും ഇട്ട് നമ്മൾ വേവിക്കും. അതിന് ശേഷം അതിലേക്ക് നാളികേരം നമ്മൾ അടിച്ചൊഴിക്കുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ ലേശം കോൽപ്പുളിയും കൂടി നമ്മളതിലേക്ക് പിഴിഞ്ഞൊഴിക്കും. അതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ അങ്ങോട്ട് കാച്ചി അങ്ങോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കിളിമീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കിളിമീൻ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നു, അങ്ങനെ അത് വറുത്തെടുക്കുകയും ചെയ്തു. ഇനിയുണ്ടല്ലോ എൻ്റെ തക്കാളി കുഞ്ഞുങ്ങൾ വളരെ വളർന്നു വലുതായി ഒന്നുമില്ല, ഈ ഒരു ഭാഗമാണ് ആയിരിക്കുന്നത്. പക്ഷെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്കിതിങ്ങനെ പറിച്ചും കഴിഞ്ഞിട്ട് പാട്ടും പാടി ഞാനിങ്ങനെ ഇതിനെ ഓമനിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞാൽ മതിയോ. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ അടുക്കളയുടെ അരികിലായിട്ട് തന്നെ ഞാനിങ്ങനെ ഒരു തോട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടുന്ന് പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ ചീരയും പിന്നെ ഈ തക്കാളി മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മൗഗ്ലിക്ക് ദേഷ്യമായിട്ട് പാടില്ല കേട്ടോ. എൻ്റെ പാട്ട് പാടലും തക്കാളീനെ ഓമനിക്കലും കണ്ടിട്ട് ഈ നേരം അമ്മയ്ക്ക് കുറച്ച് മീനൊക്കെ വളർത്തിക്കൂടെ എന്ന് തന്നെയാണ് മൗഗ്ലി വിചാരിക്കുന്നുണ്ടാവാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ചായ കുടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായക്ക് ചൂടായിട്ടുണ്ടെങ്കിൽ മുത്ത് ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഒരു സ്ഥലത്ത് ഇരുന്ന് അങ്ങോട്ട് മുത്ത് കുടിക്കില്ല. ചായക്ക് ചൂടാണെങ്കിൽ ഈ ചായക്കപ്പം കൊണ്ട് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും, ചൂടാറാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ചൂടാറ്റിയാണ് മുത്ത് കുടിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും കേട്ടോ, ഒരു സ്ഥലത്ത് ഇരിക്കും മുത്ത ഇരിക്കും എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രമാണ് സെറ്റിൽ വന്ന് ഇരിക്കുള്ളൂ. പിന്നെ ഞാനും രമേശേണ്ണനും കൂടിയിട്ട് റേഷൻ കടയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വടമയിൽ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ റേഷൻ കടയുള്ളത്.
അപ്പോൾ വല്ലപ്പോഴൊക്കെ അങ്ങനെ പോകുമ്പോൾ ഞാനും കയറി പോകാറുണ്ട്. അപ്പോൾ ഇന്ന് പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മത്തി വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ചേമ്പ് ഇനിയും കുറച്ച് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തനി നാടൻ വിഭവമായിട്ടുള്ള ചേമ്പും മത്തിയും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് വെക്കാം എന്നുള്ള ആ ഉദ്ദേശത്തിലാണ് ഞാൻ രമേശേൻ്റെ കൂടെ പോയത്. അതുപോലെ തന്നെ എനിക്ക് മത്തി വാങ്ങാനും പറ്റി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ പണ്ട് പായ്മലൊക്കെ ഇങ്ങനെ വെക്കുകയായിരുന്നു. അപ്പോൾ ആ ചേമ്പൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ മത്തി വൃത്തിയാക്കിയതാണ്. അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, ഇതിൽ നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത്രയും സാധനങ്ങളും പിന്നെ നമ്മൾ വേപ്പിലയും ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇടാൻ പാടുള്ളൂ, ഉപ്പ് കൂടി പോവരുത് കേട്ടോ. അങ്ങനെ അത് വറ്റി അങ്ങോട്ട് വരുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് ഈ ഒരു പരിവണ ആവാം. ആ സമയത്ത് നമുക്കിങ്ങനെ ചെറിയുള്ളി അങ്ങോട്ട് കാച്ചും കഴിഞ്ഞിട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് തനിയെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. തനി നാടൻ വിഭവമാണ് കേട്ടോ. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. ചിലരുണ്ടല്ലോ ഈ മുള്ളൊരു തടസ്സമായിട്ട് മാറുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് അതിൻ്റെ മുള്ളുകളൊക്കെ വിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊന്നും ഇത് കഴിക്കുന്നില്ല, അവർക്ക് മത്തി ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുള്ളൊന്നും എടുത്ത് മാറ്റുന്നില്ല. ഞാനും രമേശേണ്ണും അമ്മയാണ് ഈ വിഭവം കഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കപ്പയും അതുപോലെ തന്നെ മത്തിയും ഇതുപോലെ നല്ല കോമ്പിനേഷനാണ്. അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ചേമ്പ്. ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല വെണ്ണ പോലെ നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ആ ലാസ്റ്റ് ആ ഉള്ളിയൊക്കെ കൂടെ അങ്ങോട്ട് കാച്ചി അതിൻ്റെ മുകളിലേക്കും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വാഴയിലേക്ക് അങ്ങോട്ട് കയറി അതിൻ്റെ മുകളിലേക്ക് ഇത് ചൂട്ടോടെ അങ്ങോട്ട് വിളമ്പിയും കഴിഞ്ഞിട്ട് സ്പൂണും വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആഹാ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നാടൻ വിശേഷങ്ങളും നാടൻ വിഭവങ്ങളും ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അതൊക്കെ എല്ലാവർക്കും സ്വപ്നലോകത്തിൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.